ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം. യക്ഷികൾ, പ്രേതങ്ങൾ, പ്രേതബാധ, ബാധ ഒഴിപ്പിക്കൽ, മന്ത്രവാദം, ദുർമന്ത്രവാദം ഇവയെല്ലാം മലയാളിക്ക് ഒരുപാട് പരിചയമുള്ള കാര്യങ്ങളാണ്. നേരിട്ടോ അല്ലാതെയോ കണ്ടോ കേട്ടോ ഒക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള മലയാളിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിസരത്തിലാണ് മധു മുട്ടം തൻ്റെ മണിച്ചിത്ര താഴ് എന്ന സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഇത് ഒരു പ്രേതബാധയുടെ കഥ പറയുന്ന സിനിമയാണെന്ന് പറയാം. ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് കളിയങ്കാട്ട് നീലി മുതൽ ലിസ, വീണ്ടും ലിസ, കരിമ്പൂച്ച, യക്ഷഗാനം, ശ്രീകൃഷ്ണപരന്ത് തുടങ്ങിയ ഒരുപാട് പ്രേത കഥകൾ സിനിമകളാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ അവയിൽ നിന്നെല്ലാം മണിച്ചിത്ര താഴ് വ്യത്യസ്തമാണ്. കാരണം ആ സിനിമകളെല്ലാം തന്നെ ഒരു അന്ധവിശ്വാസത്തെ അന്ധവിശ്വാസമായി തന്നെ അവതരിപ്പിക്കുകയും അന്ധവിശ്വാസമായി അവസാനിപ്പിക്കുകയും ചെയ്യുന്ന സിനിമകളാണ് ഭൂരിഭാഗം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുകയോ ബലപ്പെടുത്തുകയോ ചെയ്യുന്ന രീതിയിലാണ് ആ സിനിമകളുടെയൊക്കെ അവതരണം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ മണിച്ചിത്ര താഴ് എന്ന സിനിമ ഒരു അന്ധവിശ്വാസത്തെ തികച്ചും വിശ്വസനീയമായ ഒരു യഥാർത്ഥമായ ഒരു അന്തരീക്ഷത്തിൽ അവതരിപ്പിച്ചതുകൊണ്ട് തന്നെ അതിനെ യുക്തിപരമായി സമീപിക്കുന്നുണ്ട്. അതിന് ഒരു ശാസ്ത്രീയമായ വിശദീകരണം നൽകുന്നുണ്ട്. DID എന്ന ഒരു മനോവൈകല്യത്തെ തീർത്തും യുക്തിസഹമായ രീതിയിൽ ചിത്രീകരിക്കുകയാണ് ഈ സിനിമയിലൂടെ ഫാസിലും അതുപോലെ മധു മുട്ടവും ചെയ്തിരിക്കുന്നത്. മണിച്ചിത്ര താഴ് എന്ന സിനിമയിൽ സയൻസും അന്ധവിശ്വാസവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ സിനിമയിൽ മതവിശ്വാസവും യുക്തിചിന്തയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. DID എന്ന് പറയുന്ന ആ മനോരോഗം ചികിത്സിക്കുന്നതിന് ഇവിടെ സയൻസും അതോടൊപ്പം തന്നെ റിലീജിയസ് വിശ്വാസവും തമ്മിലുള്ള ഒരു കൈകോർക്കലും നടക്കുന്നുണ്ട്. അങ്ങനെ തികച്ചും വൈരുദ്ധ്യാത്മകമായ രണ്ട് ആശയങ്ങൾ തമ്മിൽ യോജിച്ചുകൊണ്ട് ഒരു അസുഖത്തിൻ്റെ ചികിത്സയായിട്ട് മാറുന്നു എന്ന ഒരു അവിശ്വസനീയമായ ഒന്നിനെ വളരെ വിശ്വസനീയമായി അവതരിപ്പിക്കാൻ ഈ സിനിമയിൽ കഴിഞ്ഞു എന്നാണ് അതിൻ്റെ വലിയൊരു വിജയം. രണ്ട് ഭാഗത്ത് നോക്കുന്നവരെയും, അതായത് റിലീജിയസ് ഭാഗത്ത് നോക്കുന്നവരെയും സയൻസിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുന്നവരെയും രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസങ്ങൾ ശരിയാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു അവതരണ രീതിയാണ് ഈ സിനിമയിൽ സ്വീകരിച്ചിരിക്കുന്നത്. സയൻസിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഗംഗയ്ക്ക് ബാധിച്ചിരിക്കുന്നത് DID എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്ന ഒരു അസുഖമാണത്. അതിന് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്നോ മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റി പേഴ്സണാലിറ്റി എന്നൊക്കെ ഇതിനെ മെഡിക്കൽ സയൻസിൽ വിളിക്കാറുണ്ട്. ഇത് രണ്ടോ അതിലധികമോ വ്യക്തിത്വാവസ്ഥകൾ ഒരാളിൽ തന്നെ നിലനിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പല ആളായിട്ട് തന്നെ സ്വയം തോന്നുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയാണ് അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മൾ പ്രേതബാധ എന്നൊക്കെ വിളിക്കുന്നത്. ഗംഗയ്ക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്. അത് അവളുടെ കുട്ടിക്കാലത്ത് തന്നെ അവളുടെ മനസ്സിലേക്ക് കയറിയതാണ്. അവളുടെ ഏകാന്തതയും ഒറ്റപ്പെടലും തെറ്റായ പാരൻറ്റിങ്ങും അതുപോലെ ആ മുത്തവശ്യ കഥകളിലെ അന്ധവിശ്വാസങ്ങളെല്ലാം തന്നെ കൂടിക്കലർന്ന് അവളുടെ മനസ്സിൽ രൂപപ്പെട്ട ഒരു ഡിസോർഡറാണിത്. ഈ അസുഖത്തിന് നാട്ടിലെ തറവാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് അവൾ ചികിത്സ തേടിയിട്ടുമുണ്ട്. എന്നാൽ നാട്ടിലെത്തുന്നതോടുകൂടി നാഗവല്ലിയുമായുള്ള കഥകൾ കേൾക്കുന്നതോടുകൂടി പെട്ടെന്ന് തന്നെ അവൾ നാഗവല്ലിയുമായി താരതമ്യം പ്രാപിക്കുകയാണ്. നാഗവല്ലിയുടെ അടച്ചിട്ട ആരും തുറക്കാത്ത വിലക്കപ്പെട്ട മുറിയിലേക്ക് മണിച്ചിത്ര താഴ് തുറന്ന് അവൾ പ്രവേശിക്കുന്നതോടുകൂടി നാഗവല്ലിയുടെ ഛായാചിത്രവും അവളുടെ ആഭരണവും എല്ലാം തന്നെ ഗംഗയെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ പെട്ടെന്ന് തന്നെ കൊണ്ടെത്തിക്കുന്നു. ഈ മാനസികാവസ്ഥയിൽ നിന്ന് അവളെ മോചിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ ഡോക്ടർ തേടുന്നതും ഒരു താന്ത്രികനെ തന്നെയാണ്. അങ്ങനെ നാഗവല്ലിയുടെ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഡോക്ടർ സണ്ണി നാഗവല്ലിയിൽ നിന്ന് രക്ഷിക്കുന്നത്. അവസാനം ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ട് ഡോക്ടർ സണ്ണി ഗംഗയെ നാഗവല്ലിയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ ഡോക്ടർ സണ്ണി കൊടുക്കുന്ന ഒരു ശാസ്ത്രീയമായ ചികിത്സ, മെഡിക്കൽ സയൻസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ചികിത്സ എന്ന് പറയുന്നത് ഹിപ്നോട്ടൈസ് ചെയ്യുക എന്ന് മാത്രമാണ്. അതിനിപ്പുറം നടത്തിയ എല്ലാ തന്ത്രമന്ത്രങ്ങളും എല്ലാം തന്നെ ഒരു പ്രേതബാധയെ ഒഴിപ്പിക്കുന്നതിനുള്ള റിലീജിയസ് തലത്തിലുള്ള രീതികളാണ്. അങ്ങനെ എല്ലാ തന്ത്രമന്ത്രവാദങ്ങൾക്കും ഒടുവിൽ, ഹിപ്നോട്ടൈസ് ചികിത്സയ്ക്കും ഒടുവിൽ നമുക്ക് ഗംഗയെ തിരിച്ചു കിട്ടുമ്പോൾ ഒരു സംശയം മാത്രം ബാക്കിയാവും. യഥാർത്ഥത്തിൽ ഗംഗയിൽ നമ്മുടെ നാഗവല്ലി ഉണ്ടോ എന്ന്.
ഇനി ഡോക്ടർ സണ്ണി പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ചാൽ, അതായത് ഗംഗയ്ക്ക് ഒരു DID എന്ന് പറയുന്ന ഒരു മാനസിക അസുഖമാണെങ്കിൽ ചികിത്സ ഇത് മാത്രം മതിയാവുമോ? ആ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതോടുകൂടി അവൾ പൂർണ്ണമായി സുഖമായി എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി അവളെ നകുലിൻ്റെ കൂടെ വിടുകയാണ്. സാധാരണ ഇങ്ങനെയുള്ള രോഗികളെ വർഷങ്ങളോളമുള്ള ഡോക്ടറുടെ നിരന്തരമായ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. കാരണം ഈ രോഗാവസ്ഥ വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ യാതൊരു സംശയമില്ലാതെ ഒരു ഹിപ്നോട്ടൈസിലൂടെ കംപ്ലീറ്റ് ഇങ്ങനെയുള്ള ഒരു ഗുരുതരമായ രോഗാവസ്ഥ മാറി എന്നാണ് ഡോക്ടർ സണ്ണി അവിടെ പറയുന്നത്. ഡോക്ടർ സണ്ണി പറയുന്നത് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നകുലനും ഗംഗയും തിരിച്ചു പോയാൽ ഇത്രയും കാലത്തിനിടയിൽ യാതൊരു ചികിത്സയും പിന്നീട് ചെയ്തിട്ടില്ലെങ്കിൽ ഗംഗ പൂർണ്ണമായും നാഗവല്ലിയായി എപ്പോഴേ പരിണമിച്ചിട്ടുണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗംഗ DID എന്ന മെൻ്റൽ ട്രോമയുടെ കഠിനാവസ്ഥകളിലൂടെയായിരിക്കാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ആർക്കറിയാം? ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.